PSC പരീക്ഷാ ക്രമക്കേടിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടത്തിയ അതിക്രമത്തിലും പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ ക്ലിപ്പ് ഹൗസ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. BP ഗോപകുമാർ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, മാർച്ച് ആരംഭിച്ചോ? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിൽ നിന്നും ഈ സമരം ആരംഭിച്ചത്. ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ക്ലിപ്പ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച സമരം നടത്തുന്നത്. പ്രത്യേകിച്ച് PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ക്രമക്കേടുകൾ ഉണ്ടായിട്ട് പോലും പഴയ സർക്കാർ, അതായത് പിണറായി സർക്കാരിനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ ആ ഒരു അതിക്രമത്തിനും എതിരെയാണ് ഇപ്പോൾ യുവമോർച്ച ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. പ്രത്യേകിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവമോർച്ച ഉന്നയിക്കുന്ന കാര്യമെന്നത്, അതായത് ഇപ്പോൾ LP ടീച്ചർമാരും ഉദ്യോഗാർത്ഥികളും, അതായത് LPയിലെയും UPയിലെയും ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. പ്രത്യേകിച്ച് മണ്ണ് വാരി തിന്നുവരെ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളൊന്നും കാണാതെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയി പ്രതിപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്തുണയ്ക്കുന്ന രീതിയിൽ വലിയൊരു അതിക്രമം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ യുവമോർച്ച സമരം നടത്തുന്നത്. യുവമോർച്ചയുടെ ഈ സമരം BJP MLA BP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ്, ജനറൽ സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുക്കും. എന്തായാലും സമരം വളരെ സമാധാനപരമായിട്ടാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാധാനപരമായിട്ട് തന്നെയാണ് അവർ ആദ്യം മുതൽക്ക് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽക്കേ തന്നെ ഉദ്യോഗാർത്ഥികൾ, അതായത് കഴിഞ്ഞ സർക്കാർ എന്തൊക്കെ തെറ്റാണോ ചെയ്തത് ആ തെറ്റ് പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന സർക്കാർ, പക്ഷേ PSC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാവുന്ന തന്നെ ആസൂത്രണ ബോർഡിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ശക്തമാക്കുമ്പോഴും പക്ഷേ അത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഇതുവരെയും PSC ചെയർമാനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുമായി ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യങ്ങൾ ഊന്നൽ നൽകിയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ ക്ലിപ്പ് മാർച്ച് നടത്തുന്നത്. വളരെ സമാധാനപരമായ മാർച്ചാണ്. ഏകദേശം 1000-ലധികം പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ക്ലിപ്പ് ഹൗസിലേക്ക് മാർച്ച് നടക്കുന്നതും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട്, അതായത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം തന്നെ വീഡിയോ വ്യക്തമായിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീടും ഈ ഭരണഭീകരരെ ഭരണത്തിനെതിരെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ പ്രതിപക്ഷം നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവരിപ്പോൾ സമരം നടത്തുന്നത്. ഗൗതം, യുവമോർച്ച മാർച്ച് പുരോഗമിക്കുകയാണ്. ചാത്തന്നൂർ MLAയും BJPയുടെ നിയമസഭാ കക്ഷി നേതാവുമായ BP ഗോപകുമാർ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. തത്സമയത്തിലേക്ക് ഒന്ന് കേരളത്തിലെ യുവാക്കൾ മുഴുവൻ തെരുവിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഏതൊരുവിധ തൊഴിൽ സാഹചര്യമോ സംവിധാനങ്ങളോ ഒന്നും യുവാക്കൾക്ക് ഒരുക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ഇതേവരെ ഒരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത രീതിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോയിട്ട് അപ്രഖ്യാപിത സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം എന്ന നിലയിലാണ്, ഒരു സൂചന എന്ന നിലയിലാണ് യുവമോർച്ചയുടെ ഈ സമരം. യുവാക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. കേരളത്തിലെ PSC വിഷയങ്ങൾ പരിഹാരം ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി കേരളത്തിലെ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനത്ത് പോയിട്ട് ഒരു തീവ്രവാദി സംഘടന നടത്തുന്ന പോലെ ഒരു ദുരൂഹമായ സമരത്തിൽ പോയിരുന്നു നടത്തുന്ന സാഹചര്യം കേരളത്തെ അപമാനിക്കുന്നതാണ്. ഈ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതിനെതിരെയാണ് ക്ലിഫ് ഹൗസ് മാർച്ച്. നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടു. ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യയിൽ
ഏറ്റവും മാതൃകാപരമായി പരീക്ഷാ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച ഒരേ ഒരു ഗവൺമെന്റ് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെന്റാണ്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ വളരെ ന്യായമാണ്. ആ വിഷയങ്ങളിൽ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നിലുണ്ട്. ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു, അവരെ ജയിലിൽ അടച്ചു. അതോടൊപ്പം തന്നെ അതിവേഗ കോടതി തീരുമാനമുണ്ടാക്കി. എല്ലാ തീരുമാനങ്ങളും ഗവൺമെന്റ് എടുത്തു. നീറ്റല്ല പ്രശ്നം, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നാടകത്തിന്റെ പേരിൽ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അതെ സൂചിപ്പിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആ ക്രമക്കേട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായി തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തോടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണം, അതായത് NDAക്ക് എന്തൊക്കെയാണ് തെറ്റുകൾ പറ്റിയത് അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ അക്രമാസക്തം, അല്ലാതെ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ യാതൊരുവിധ ക്രമക്കേടും ഇല്ലാതെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അടക്കമുള്ള കാര്യമാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം മനുപ്രസാദ് ഉണ്ട്, സംസ്ഥാന അധ്യക്ഷൻ. ഇവിടെ ഈ രാജ്യത്ത് ഭാരതത്തിന്റെ അഖണ്ഡതയെ, ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന, ഈ നാട്ടിൽ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അരാജകവാദികൾക്കെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അരാജകവാദികൾക്കും അക്രമകാരികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട് ആക്രമിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂട്ടി ഈ രാജ്യത്തിന്റെ സംരക്ഷകനായി, രാജ്യത്തിന്റെ പ്രധാന സേവകനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കടന്നുപോയത് തീർത്തും മര്യാദകേടാണ്. സതീഷ, നിങ്ങൾ കാണിച്ചത് മര്യാദയില്ലായ്മയാണെന്നാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. ഈ രാജ്യത്ത് നിയമവാഴ്ച നിലവിലുണ്ട്, ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട്. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട്, സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സതീശൻ നടത്തുന്ന ഈ പൊറാട്ട് നാടകം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നടത്തുന്ന, ഈ രാജ്യത്തെ ഒന്നും അറിവില്ലാത്ത, ഈ രാജ്യത്ത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്, അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ, അവരുടെ പ്രതിഷേധത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്തറിയാമെന്ന് സതീഷ് വിചാരിച്ചാൽ ഞങ്ങൾ യുവമോർച്ച ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്ന് അതിന് പകരം ചോദിക്കാം എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് ഏറ്റവും വലിയ കാരണം. ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം ഓടുന്ന, വേട്ടക്കാരനോടൊപ്പവും മുഖ്യമന്ത്രിയായി സതീശ മാറിക്കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ PSC ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളായി ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ ഭാഗമായി പീഡിപ്പിക്കപ്പെടുകയാണ്. സതീശൻ അധികാരത്തിൽ വന്നിട്ട് എല്ലാ വിഷയങ്ങൾ ചേർക്കുമെന്ന് പറഞ്ഞ VD സതീശൻ അയാളുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നോർത്ത് ബ്ലോക്കിന്റെ തൊട്ടടുത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഈ രാജ്യത്ത് രാജ്യദ്രോഹ ശക്തികൾക്കൊപ്പം ചേർന്ന് പ്രധാനമന്ത്രിയെ വകവരുത്താൻ ശ്രമിക്കുന്നവർക്ക് ചൂട്ടുപിടിക്കുകയാണ്. അതൊരു മര്യാദയല്ല എന്നാണ് യുവമോർച്ചയ്ക്ക് പറയുന്നത്. PSC പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതായത് ആസൂത്രണമായി അന്വേഷണം നടത്തിയതിൽ പോലും വ്യക്തത വരുന്നില്ല. കൃത്യമായി യുവമോർച്ച സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം PSC അഴിമതിയിലും തട്ടിപ്പിലും പൊതുപക്ഷപാതത്തിലും കേന്ദ്ര സർക്കാർ CBI അന്വേഷണത്തിന്, കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതായത് BJPയുടെ യുവമോർച്ച മനുപ്രസാദ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതായത് PSC ബന്ധപ്പെട്ട് KS അടക്കമുള്ള ഉന്നത പരീക്ഷ നിരവധി പരാതി വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് PSC പരീക്ഷ ക്രമക്കേടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ നടത്തിയ, അല്ലെങ്കിൽ വസതിക്ക് മുന്നിൽ നടത്തിയ ആ ഒരു പ്രതിഷേധ പരിപാടി സത്യപ്രതിജ്ഞ ലംഘനം എന്നടക്കമുള്ള
എന്നുള്ളതാണ് യുവമോർച്ച അധ്യക്ഷൻ. എന്തായാലും ഇത്തരത്തിലുള്ള യാതൊരുവിധ അതിക്രമങ്ങളും അനുവദിക്കില്ല എന്നാണ്. PSC പരീക്ഷാ ക്രമക്കേടിൽ ഒപ്പം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമത്തിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ അലയടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ KPCC ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടന്നിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഭാരതീയ ജനതാ യുവമോർച്ച മാർച്ച് നടത്തുകയാണ്. ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് ഇപ്പോൾ യുവമോർച്ചയുടെ മാർച്ച് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. അവിടെ ബാരിക്കേഡ് വെച്ച മാർച്ച് തടയുവാൻ പോലീസ് ശ്രമിക്കുകയാണ്. ഇവിടെ നിന്നേ പറഞ്ഞാൽ മതി കേട്ടോ കേട്ടോ ആ പൊടി താത്ത് വയ്ക്കോ ആ പൊടി താത്താവേ മൂന്ന് കാണില്ല
രാജിവെക്കുക, പുറത്തു പോവുക. പോരാടുന്ന പോലീസ്, പോരാടുന്ന പോലീസ്, പോലീസ് അഴിമതി വീര വീരി സതീശ രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെച്ച് പുറത്തു പോകൂ. അഴിമതി വീര വീരി സതീശ. माता की जय। ರಾಜ್ಯಕ್ಕೆ ಹೊರತಬಹುದು ಅನುಬದಿವೀರ ಬೀಡಿ ಸದೀಶ ರಾಜ್ಯಕ್ಕೆ ಹೊರತಬಹುದು.
കിച്ചന്റെ കാര്യത്തിൽ ഐ എം വെരി പെർട്ടിക്കുലർ. സോ ഇൻ റോയൽ അൾട്രാ സ്റ്റൈലിഷ് മോഡുലർ കിച്ചൺ. In Royal Home Spaces. In Royal Home Spaces, making your world a better space. വീട് നന്നായി തിളങ്ങുന്നല്ലോ. താങ്ക് യു. ഗസ്റ്റുകൾ വരാനിരിക്കുന്നു. അപ്പോ ടോയ്ലറ്റ് അതും ഗംഭീരം തന്നെ. കോൺഫിഡന്റ്. അഭിമാനിക്കേണ്ട കാര്യമാണ്. ടോയ്ലറ്റിലെ മഞ്ഞപ്പാടുകൾ നിങ്ങളെ നാണം കെടുത്താതിരിക്കട്ടെ. പക്ഷേ ഞാൻ ഡിറ്റർജന്റും ഫിനായിലും ഉപയോഗിച്ച് വൃത്തിയാക്കിയല്ലോ. അവ പുറം മാത്രം വൃത്തിയാക്കും. ട്രൈ ഹാപ്പി ടോട്ടൽ ക്ലീൻ. അതിന്റെ പുതിയ തികച്ച ഫോർമുല നീണ്ടകാലം നിലനിൽക്കും. കടുത്ത കരയുടെ 10 നിലകൾ മാറ്റി തിളക്കം വീണ്ടെടുക്കും. ചേച്ചി, നിങ്ങളുടെ വീട് എപ്പോഴും തിളങ്ങുന്നു. ഹാപ്പി ടോട്ടൽ ക്ലീൻ. അതായത് 100% കോൺഫിഡൻസ്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് യുവമോർച്ച പ്രതിഷേധ ജ്വാല തീർക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ അതിക്രമത്തിനെതിരെയാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രതിഷേധം ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ദിലീപ് കുറ്റിച്ചലും ശാലിനിയും ചേരുകയാണ്. ശാലിനി, ക്ലിപ്പ് ഹൗസിന് മുന്നിൽ ഇപ്പോൾ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ആരൊക്കെയാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്? ശാലിനി. രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിൽ നടത്തിയ അതിക്രമം ഇതടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് യുവമോർച്ചയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് നടക്കുന്നത്. ക്ലിഫ് ഹൗസിന് സമീപത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് സമീപത്ത് എത്തിയപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചതിനെ തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. സതീശൻ മുഖ്യമന്ത്രി മര്യാദ പാലിക്കണം എന്നുള്ളതാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. അതായത് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് പോലും 1ാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടാതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമിരിക്കുമ്പോൾ, ദിവസങ്ങൾ മണ്ണുവാരി തിന്നുമ്പോൾ അവരെ നോക്കാതെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പോയി പ്രതിഷേധിക്കുന്ന മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? കേരളത്തിലെ വിഷയത്തിൽ പ്രതികരിക്കാതെ എന്തിനാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്താൻ, ഒപ്പം തന്നെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്ന സമരത്തിന് മുൻപിൽ മുഖ്യമന്ത്രി പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് ഈ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത്. യുവജന മാർച്ചാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 100 കണക്കിന് യുവമോർച്ച പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അത് മുൻ സമരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ പവറിലായിരിക്കും ജലപീരങ്കി പ്രയോഗിക്കുന്നതെങ്കിൽ ഇന്നിപ്പോൾ 2 ജലപീരങ്കി വാഹനങ്ങൾ, വരുണിന്റെ 2 വാഹനങ്ങൾ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിൽ ഒരു വാഹനത്തിൽ നിന്ന് ജലപീരങ്കി ഈ പ്രതിഷേധ സമരം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആ ജലപീരങ്കി പ്രയോഗം അത് ഭയങ്കര പവർ കൂട്ടിക്കൊണ്ടുള്ള ഒരു ജലപീരങ്കി പ്രയോഗമായിരുന്നു. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രതിഷേധക്കാരെ നേരിടുന്ന നടപടിയാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 വാഹനങ്ങളിൽ നിന്നും ഒരേ സമയം ജലപീരങ്കി അടിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ച് ജലപീരങ്കി പ്രയോഗമൊന്നും ഈ അടുത്തിടയ്ക്ക് നമ്മൾ 2 വാഹനങ്ങൾ ഒരുമിച്ച് ജലപീരങ്കി പ്രയോഗം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് അടക്കം ജലപീരങ്കി പ്രയോഗത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 4ഓളം ക്യാമറ മാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ക്യാമറയിൽ വെള്ളം തെറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ധാർഷ്ട്യമില്ലാത്ത രീതിയിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുൻപിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണാം. പവർ കൂട്ടി തന്നെ, ഒരു സാധാരണഗതിയിലുള്ള പവർ അല്ല, അതിനപ്പുറം ഒരു പവർ കൂട്ടിക്കൊണ്ടാണ് വാഹനം ഇപ്പോൾ ഇവിടെ ഈ ഒരു ജലപീരങ്കി പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മണിപ്രസാദ് ഉണ്ട്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരായ ഗോകുല, ഗോപിനാഥ്, വരുൺ പ്രസാദ്, വിഷ്ണു വഞ്ചിമല ഉൾപ്പെടെയുള്ള യുവമോർച്ച
യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. യുവമോർച്ച സംസ്ഥാന സഹപ്രഭാരി നിതീഷും ഈ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. 2 തവണയായി ഈ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തുന്നു. പക്ഷേ പിന്തിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് യുവമോർച്ച പ്രവർത്തകരുടെ നിലപാട്. കാരണം ജനങ്ങൾക്ക് നീതി വേണം, യുവാക്കൾക്ക് നീതി വേണം, തൊഴിലില്ലായ്മ ചർച്ചയാകണം. അത് ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ സമരം നടത്തുന്നതിനെതിരെയാണ് ഈ യുവാക്കളുടെ പ്രതിഷേധം. ഈ യുവമോർച്ച പ്രവർത്തകർക്കൊപ്പമുള്ള നിരവധി പേർ ഇതേ റാങ്ക് പട്ടികയിലൊക്കെ ഉണ്ട്. LPST ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. അതൊന്നും പരിഗണിക്കാതെ 100 മീറ്റർ പോലും സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറിയല്ലാത്ത സമരത്തെ ഗവനിക്കാതെ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു സമരത്തിന് എത്തിയതിൽ കോക്രോച്ച് പാർട്ടിയുടെ രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ അവരുടെ അജണ്ട നോക്കാതെ അവർക്കൊപ്പം അണിചേർന്ന VD സതീശിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. എന്തായാലും പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് യുവമോർച്ച സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡിന് മുകളിലേക്ക് കയറിക്കൊണ്ട് പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ, ഒരു 1000-ലധികം പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഈ യുവമോർച്ചയുടെ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ അടുത്തൊന്നും തന്നെ നമ്മൾ ഇത്തരത്തിലൊരു ശക്തമായ സമരം തലസ്ഥാനത്ത് കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയധികം ആളുകൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗൗതം. യുവമോർച്ചയുടെ മാർച്ച് തുടരുകയാണ്. ക്ലിഫ് ഹൗസിന് മുന്നിൽ സംഘർഷാവസ്ഥയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം തൃശ്ശൂരിലും ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധം നടക്കുകയാണ്. ക്ലിഫ് ഹൗസ് മാർച്ചിൻ്റെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്തും, തൃശ്ശൂരിൽ ഭാരതീയ ജനതാ യുവമോർച്ച നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ആ ദൃശ്യങ്ങൾ മറുഭാഗത്തുമുണ്ട്. ദിലീപ് കുറ്റിച്ചൽ കൂടി ചേരുകയാണ്. ദിലീപ്, ഇപ്പോൾ രാഹുലിൻ്റെ കോലം കത്തിച്ചുകൊണ്ടാണല്ലോ പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം ക്ലിഫ് ഹൗസിന് മുന്നിലെ സാഹചര്യം എന്താണ്? പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിയാതെ പ്രതിഷേധിക്കുകയാണോ? ഗൗതം, ഇവിടെ പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പ്രകോപനവും കൂടാതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഏകദേശം 8ഓളം തവണയാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഏകദേശം ജലപീരങ്കിയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. പ്രത്യേകിച്ച് യാതൊരു പ്രകോപനം PSC പരീക്ഷാ ക്രമക്കേടിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ അതിക്രമത്തിലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ലിഫ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് യുവമോർച്ചയുടെ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ രാഹുലിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പോലീസ് അതിക്രമത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോലീസ് അതിക്രമത്തിന് ശേഷവും പിരിഞ്ഞു പോകാൻ യുവമോർച്ച പ്രവർത്തകർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലും മാർച്ച് നടന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും BJP MLA-മാരായ V മുരളീധരൻ, അതുപോലെ തന്നെ BB ഗോപകുമാർ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസത്തെ KPCC ഓഫീസ് മാർച്ചിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ യുവജന സംഘടനയായ യുവമോർച്ച ഈ PSC തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് VD സതീശന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. ശാലിനി കൂടി ചേരുകയാണ്. ശാലിനി, ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? ഗൗതമ, ഒരു രീതിയിലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അതിശക്തമായുള്ള ജലപീരങ്കിയിൽ ഒരു പ്രവർത്തകരെ പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രവർത്തകരുമായിട്ടാണ് ഇപ്പോൾ ഈ യുവമോർച്ച പ്രവർത്തകർ ഈ റോഡിൻ്റെ നടുവിലായി അദ്ദേഹത്തെ കിടത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാരിക്കേഡ് മറികടന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നുണ്ട്. മറുഭാഗത്ത് ഇപ്പോഴും അതിശക്തമായ പ്രതിഷേധവും മുദ്രാവാക്യവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സംഘടിപ്പിച്ചിരിക്കുകയാണ് BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ച എന്നുള്ളത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ജലപീരങ്കിയിൽ പരിക്കുണ്ട്. പക്ഷേ ആ പരിക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് യുവാക്കൾക്കായി, ജനങ്ങൾക്കായി, സാധാരണ മനുഷ്യർക്ക് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് യുവജന സംഘടന യുവമോർച്ച എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, KPCC ആസ്ഥാനത്തേക്കടക്കം BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അന്ന് പോലീസ് എങ്ങനെയാണ് ആ മാർച്ചിനെ നേരിട്ടതെന്ന് കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് യുവമോർച്ചയുടെ മാർച്ചിനെയും അടിച്ചമർത്താനുള്ള പോലീസ് ശ്രമം നടത്തുന്നത്. സതീശൻ മര്യാദ പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച ഇത്തരത്തിലൊരു അതിശക്തമായ പ്രതിഷേധം ക്ലിഫ് ഹൗസിലേക്ക് നടത്തുന്നത്. പുതിയ മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിലേറിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു യുവജന സംഘടന പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മൂക്കിൻ തുമ്പിലുള്ള വിഷയം കാണാതെ രാജ്യതലസ്ഥാനത്ത് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോയി പ്രതിഷേധം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ രാഹുലിനെതിരെയുമാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവജന പ്രസ്ഥാനമായ യുവമോർച്ച നടത്തിക്കൊണ്ട് യുവജന മാർച്ച് എന്ന പേരിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നുള്ളതാണ്. നിരവധി പേർക്ക് ഈ ഒരു ജലപീരങ്കിയിലും ഒപ്പം തന്നെ ജലപീരങ്കി അടിച്ച് തറയിൽ വീണൊക്കെ പരിക്കുണ്ട്. ചില യുവാക്കളുടെ കൈ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കയ്യിലൊക്കെ കൊടിവെച്ച് കെട്ടി രക്തം വാർന്നു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടെയുള്ള സഹപ്രവർത്തകർ ചെയ്യുന്നുണ്ട്. പക്ഷേ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള യുവമോർച്ച പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംഭവത്തിൽ ഇപ്പോൾ ആ ജലപീരങ്കിയിൽ പരിക്കേറ്റ ഒരു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് പ്രവർത്തകർ തന്നെ ഇടപെട്ട് മാറ്റുകയാണ്. എന്തായാലും 2 ജലപീരങ്കി വാഹനം ഇവിടെയുണ്ട്. അടിച്ചമർത്താൻ തന്നെയുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് കരുതിക്കൂട്ടിയുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നത്. കാരണം നമ്മൾ ജലപീരങ്കി കണ്ടതാണ്. 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ ഈ മാർച്ചിന് നേരെ നടന്നിരുന്നു. എന്നിട്ടും ഒരാൾ പോലും ഈ പ്രതിഷേധ മാർച്ചിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് യുവമോർച്ചയുടെ ഈ പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ ഈ ഒരു യുവജന മാർച്ച് അതിന്റെ കൃത്യമായ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള, ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഒരു ഭാഗത്ത് പ്രവർത്തകർ നടത്തുന്നു. അതേപോലെ തന്നെ സഹപ്രവർത്തകരെ, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറുഭാഗത്ത് പോലീസ് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ, പോലീസ് ഈ പ്രതിഷേധത്തെ അതിക്രമത്തിലൂടെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നത് ചാത്തന്നൂർ MLA കൂടിയായിട്ടുള്ള BB ഗോപകുമാറാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം MLA കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകാൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. സംഘർഷ സാധ്യത, സംഘർഷ സാഹചര്യം തന്നെയാണ് ക്ലിഫ് ഹൗസിന് സമീപത്ത്, ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് സമീപത്തുള്ള ഈ റോഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുമെന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ. പക്ഷേ ആ ആൾക്കൂട്ടം കൂടുന്നതല്ലാതെ ഒരാൾ പോലും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് സമരത്തിന്റെ ശക്തി കൂടുതൽ വിളിച്ചോതുന്നത്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിൽ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾ, ആ അക്രമ സംഭവങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാൻ UDFന്റെ പ്രതിനിധികൾ ഇവിടെ നിന്ന് പോയതും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് പോയതും കേരളത്തിൽ സമരങ്ങൾ നടക്കുന്ന സമരക്കാരെ തിരിഞ്ഞു നോക്കാതെ, പ്രത്യേകിച്ച് LPST PSC റാങ്ക് ഹോൾഡേഴ്സ് അടക്കമുള്ളവർ സമരം നടത്തുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാത്തതിലുമാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. PSC ആസ്ഥാനത്ത് നടന്ന പല പരീക്ഷാ ക്രമക്കേടുകളിലും കൃത്യമായ അന്വേഷണം അടക്കം നടത്താതെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജ്യതലസ്ഥാനത്തേക്ക് പോയതിലടക്കമാണ് വിമർശനം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. വനിതാ പ്രവർത്തകർ, യുവമോർച്ചയുടെ വനിതാ പ്രവർത്തകർ, നമുക്ക് അധീന ഭാരതി ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വനിതാ സംഘം ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ, ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമാവുകയാണ് സംഘർഷ സാധ്യത. ഒപ്പം തന്നെ പ്രതിഷേധം അതിശക്തമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നീതി പാലിക്കണം, കൃത്യമായ അന്വേഷണം വേണം, PSC റാങ്ക് ലിസ്റ്റുകളിൽ കൃത്യമായ നടപടിയും നിയമനങ്ങളും വേണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും രാജ്യതലസ്ഥാനത്ത് നടന്നിട്ടുള്ള കോക്രോച്ച് പാർട്ടിയുടെ പേരിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങൾക്കും അതിന് കൂട്ടുനിന്ന അതിന് നേതൃത്വം നൽകിയ രാജ്യതലസ്ഥാനത്തേക്ക് പോയ VD സതീശൻ അടക്കമുള്ളവർക്കെതിരെയുമാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ ഇപ്പോഴും തുടരുന്നത്. ഗൗതം.